ഹായ്, വെൽക്കം ടു ഡ്രീം സ്നാപ്സ്. 100 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ വീക്ക് 4 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വീക്ക് 5, ഇന്ന് മുതൽ വീക്ക് 5 തുടങ്ങുകയാണ്. വീക്ക് 5-ൽ ബ്രാൻഡ് ഐഡന്റിറ്റി ആൻഡ് രജിസ്ട്രേഷൻ. അപ്പം ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ ഓരോ ദിവസം എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ബ്രാൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട ചില രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് ചെയ്യാവുന്ന പ്രോസസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രാൻഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിനൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ മോഡൽ, അതായത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണോ തുടങ്ങുന്നത്, അതോ സോൾ പ്രൊപ്പറേറ്റർ ആണോ, അതോ കമ്പനിയാണോ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനം ഉണ്ടാക്കണം. അതനുസരിച്ച് വേണം നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ലീഗൽ അഡ്വൈസറോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ സഹായം തേടി അവരുടെ അഡ്വൈസ് അനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മുടെ ബിസിനസ് എങ്ങനെയുള്ള ബിസിനസ് ആണെന്ന് ആസ്പദമാക്കിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ്. ഒരു കമ്പനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ mca.gov.in പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ എന്താണ് അവർ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണെന്നുള്ളതനുസരിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ആ പ്രൊസീജിയർ, നമ്മൾ ഫോർമാലിറ്റീസും പ്രൊസീജിയറും നമ്മൾ പൂർത്തിയാക്കേണ്ടതാണ്. ഇനി സോൾ പ്രൊപ്പറേറ്റർ ആണ് ഞാൻ പറയുന്നത്. ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവരും തന്നെ ഒരു സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോൾ പ്രൊപ്പറേറ്ററിന് ലീഗലായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പാൻ കാർഡ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. സോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് എൻറ്റിറ്റി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല സോൾ പ്രൊപ്പറേറ്റർ. നമ്മുടെ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. 1 പേഴ്സൺ കമ്പനി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ തേടാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് GST രജിസ്ട്രേഷൻ. ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മിനിമം ടേൺ ഓവറിന് മുമ്പ് തന്നെ നമ്മൾ GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ GST രജിസ്ട്രേഷൻ നമ്പർ കമ്പൾസറി ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ഇനി മീഷോ പോലെയുള്ളിടത്താണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ GST രജിസ്ട്രേഷൻ കമ്പൾസറി അല്ല, പക്ഷെ നിങ്ങൾ GST എൻറോൾമെന്റ് എടുത്തിരിക്കണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി കറണ്ട് അക്കൗണ്ട് എടുത്തിട്ടില്ല, സേവിങ്സ് അക്കൗണ്ട് വഴിയാണ് നടത്തുന്നതെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷന്റെ എണ്ണം കൂടുമ്പോൾ ബാങ്കുകാർ തന്നെ നിങ്ങളോട് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറയുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിന്റെ അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ വേണ്ടി വരും. ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് ചില സ്റ്റേറ്റിലൊക്കെ ഇ കൊമേഴ്സ് ബിസിനസ്സിനാണെങ്കിൽ പോലും നമ്മൾ രജിസ്ട്രേഷൻ കമ്പൾസറി ആണ്. ചില സ്റ്റേറ്റിലൊന്നും അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിനെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇനി കമ്പൾസറി അല്ലാതെ ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്ന രജിസ്ട്രേഷൻ ആണ് MSME രജിസ്ട്രേഷൻ. ഒരു സോൾ പ്രൊപ്പറേറ്റർ ആകുമ്പോൾ MSME രജിസ്ട്രേഷൻ വഴി നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാവുന്നതാണ് ബ്രാൻഡ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ബ്രാൻഡ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരു വലിയ പ്രൊസീജിയർ തന്നെയാണ്. അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുള്ളൂ. കാരണം ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പോയാൽ ഒരു ലെങ്തി വീഡിയോ ആയി പോകും. സോ ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. എനിക്കിപ്പോൾ ബ്രാൻഡിന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് 1.25 വർഷമായി. ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ അതിൽ കടന്നിട്ടുള്ളൂ. ഇനി അതിൽ കുറെ കൂടെ പ്രൊസീജിയേഴ്സും കുറെ സ്റ്റേജസും ഉണ്ട്. സോ അതൊരു നീണ്ട പ്രോസസ്സ് തന്നെയാണെന്ന് അറിയുക. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതുകൊണ്ട് ബിസിനസിന്റെ പേരിടുമ്പോൾ അതിനൊരു യുണീക്ക് പേര് കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാ പേര്, കോമൺ പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അല്ലെ പിന്നീട് നമ്മൾ അതിന്റെ പേര് മാറ്റേണ്ടി വരും. എന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ബെൽട്രേഡ്സ് എന്ന പേരിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ഇ കൊമേഴ്സ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ആ പേരിൽ രജിസ്ട്രേഷൻ കിട്ടുകയില്ല, ബ്രാൻഡ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുകയില്ല. സോ എനിക്ക് ബ്രാൻഡിന് വേറൊരു പേര് കണ്ടെത്തേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് പേര്, അതിനോട് സാമ്യമായിട്ടുള്ള പേര് ആർക്കും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ആ ഇതിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. തന്നെ നമ്മൾ ചെയ്ത് ഏറ്റവും അവസാനം അതൊരു പ്രശ്നത്തിലേക്ക് പോകരുത്. ലീഗൽ കാര്യങ്ങളാണ്, നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇ കൊമേഴ്സ് ബിസിനസ് ലോഞ്ച് പ്ലാൻ ഫ്രെയിംവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ പ്രോഡക്റ്റ് ഓൾറെഡി കഴിഞ്ഞു. ബ്രാൻഡിങ്ങിൽ നമ്മൾ ബ്രാൻഡ് ഐഡന്റിറ്റി ആണ് ഇനി നോക്കാൻ പോകുന്നത്. ബ്രാൻഡ് ഐഡന്റിറ്റി ആൻഡ് രജിസ്ട്രേഷൻ ഡേയ്സ് 29 to 35 ആണ്. ഡേ 29 റൈറ്റ് യുവർ ബ്രാൻഡ് സ്റ്റോറി.
നിങ്ങളുടെ ബ്രാൻഡിന്റെ സ്റ്റോറി അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്താണെങ്കിലും അത് കറക്റ്റ് ആയിട്ടൊന്ന് രൂപകൽപ്പന ചെയ്ത് എഴുതി നമുക്കത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനുവേണ്ടി അതിന് കറക്റ്റ് ആയിട്ടൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി എടുക്കണം. ബ്രാൻഡ് സ്റ്റോറിയിൽ എന്തിന് നിങ്ങൾ ഈ ബ്രാൻഡ് തുടങ്ങി എന്ന് മുതൽ നിങ്ങളുടെ മിഷൻ വരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡേ 30 ഡിഫൈൻ യുവർ ബ്രാൻഡ് വാല്യൂസ്. നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഇമോഷണൽ കണക്ഷൻ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് എന്ത് എംപവർമെന്റ് ആണ് നമുക്ക് നമ്മുടെ ബ്രാൻഡിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ പറ്റുമോ അതൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഡേ 31 ചൂസ് യുവർ ബ്രാൻഡ് ടോൺ ആൻഡ് വോയിസ്. നമ്മുടെ ശബ്ദത്തിൽ കൂടെ മാത്രമല്ല നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പാക്കേജിങ്, നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻസ്, കസ്റ്റമറിന് കൊടുക്കുന്ന മെസ്സേജസ്, ഇതെല്ലാം ഇമോഷണലി ഗ്രേസ്ഫുൾ ആയിട്ട് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നമ്മൾ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വീഡിയോയിൽ കൂടെ ആണെങ്കിൽ പോലും നമ്മുടെ വോയിസ് ആൻഡ് ടോൺ എപ്പോഴും കോൺഫിഡന്റ് ആൻഡ് വാം ആയിട്ട് ഫീൽ ചെയ്യണം. ഡേ 32 ഫൈനലൈസ് യുവർ ടാഗ്ലൈൻ. ടാഗ്ലൈൻ എന്ന് പറയുന്നത് ബ്രാൻഡിന്റെ സോൾ എന്ന് പറയാം. ഒരു ഷോർട്ട് ഫ്രേസ് ആയിട്ട് രൂപകൽപ്പന ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടാഗ്ലൈൻ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റണം. ഡേ 33 ക്രിയേറ്റ് യുവർ ബ്രാൻഡ് ബോർഡ്. നമ്മുടെ ബ്രാൻഡിന്റെ വിഷ്വൽ ഐഡന്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ലോഗോ, നമ്മുടെ കളർ പാലറ്റ്, അതുപോലെ നമുക്ക് എന്ത് ഫോണ്ടിലാണ് നമ്മൾ നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിന് ഏത് ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിന്റെ ലോഗോയ്ക്ക് ഒരു സീല് പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡേ 34 റൈറ്റ് യുവർ അബൌട്ട് അസ് പേജ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി, വാല്യൂസ്, ലോഗോ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ അബൌട്ട് അസ് പേജ് റെഡിയാക്കി വെക്കണം. അത് പിന്നീട് നമ്മുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഡേ 35 ഷെയർ യുവർ ബ്രാൻഡ് സ്റ്റോറി ഓൺ സോഷ്യൽ മീഡിയ. എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാണും. നമ്മുടെ ബ്രാൻഡിന് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് സെപ്പറേറ്റ് എടുക്കാമെങ്കിൽ അത് നല്ലത്. അതിലൂടെ നമ്മുടെ ബ്രാൻഡിന്റെ സ്റ്റോറി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് സ്റ്റോറി മറ്റുള്ളവരിലേക്ക്, ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ആരെങ്കിലും ഈ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ വീക്കിൽ നമ്മൾ ബ്രാൻഡിങ് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു.